നിങ്ങളുടെ കാഴ്ചപ്പാടിൽ സൗദിയിലാണോ ദുബായിലാണോ ഒരാൾ ഇനി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഇനി പുതിയൊരു ഇൻവെസ്റ്റർ വന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് എവിടെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതേസമയം ഇവിടെ ഒരു 2000 കോടി ബിസിനസ് ചെയ്യുന്നത്, അല്ല ഇന്ത്യയിൽ മാത്രമാണ് ബിസിനസ് ചെയ്യുന്നത്. അയാളുടെ ഒരു കമ്പനി അയാൾ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടത്, അയാൾക്ക് ഒരു GCC കൺട്രിയിലും അയാൾക്ക് ഒരു പ്രസൻസും ഇല്ല, പക്ഷേ അയാളുടെ പ്രൊഡക്റ്റുകളോട് ഉപയോഗിക്കപ്പെടുന്നുണ്ടാകാം. അയാൾ രജിസ്റ്റർ ചെയ്യേണ്ടത് സൗദിയിലാണോ ആദ്യം ദുബായിലാണോ? രണ്ട് രാജ്യത്തും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഡിപ്പെൻഡ് ഓൺ അവരുടെ ബിസിനസിന്റെ നാച്ചർ അനുസരിച്ചിരിക്കും. ചിലരുടെ പ്രൊഡക്റ്റ് ഇപ്പൊ നമ്മുടെ കറി പൗഡർ തന്നെ എടുക്കുക, ഇവിടെ പല ബ്രാൻഡുകളുണ്ട്. അവരവിടെ വന്നിട്ട് 1948 ഗ്രാൻഡ് ഫാദറാണ് UAE എത്തുന്നത്. ഈ ആൾക്ക് കറാച്ചിയിൽ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സെപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഇവിടെ നിൽക്കണം അവിടെ നിൽക്കണം എന്ന് വെച്ചപ്പോൾ അദ്ദേഹം ഇന്ത്യ ചൂസ് ചെയ്തു. തിരിച്ചു വന്ന് ജോലി ഇല്ലാതായപ്പോൾ സൗത്ത് ആഫ്രിക്കയിലേക്ക് ഒരു ജോലി കിട്ടിയിട്ട് യാത്രക്കിടയിൽ ബാഡ് വെതർ കണ്ടീഷനായിട്ട് UAE റിയാസ് ബായുമായിട്ടുള്ള 2ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ എന്തായാലും ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ റിയാസ് ബായും തമ്മിൽ ഓൾമോസ്റ്റ് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അത് മാത്രമല്ല, റിയാസ് ബായിക്ക് ഒരു പാരമ്പര്യമുണ്ട്, ഇവർ UAE എത്തിയതിൻ്റെ ഒരു പാരമ്പര്യം അല്ലേ? അത് ആക്ച്വലി അത് നിങ്ങൾ പലത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അല്ലേ? അത് ആ കോൺസെപ്റ്റ് എന്താ? അതുകൂടെ പണ്ടൊക്കെ അടുത്ത കോഴ്സിലേക്ക് കൊണ്ടേ. 1948 ഗ്രാൻഡ് ഫാദറാണ് UAE എത്തുന്നത്. ഈ ആൾക്ക് കറാച്ചിയിൽ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സെപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഇവിടെ നിൽക്കണം അവിടെ നിൽക്കണം എന്ന് വെച്ചപ്പോൾ അദ്ദേഹം ഇന്ത്യ ചൂസ് ചെയ്തു. തിരിച്ചു വന്ന് ജോലി ഇല്ലാതായപ്പോൾ സൗത്ത് ആഫ്രിക്കയിലേക്ക് ഒരു ജോലി കിട്ടിയിട്ട് യാത്രക്കിടയിൽ ബാഡ് വെതർ കണ്ടീഷനായിട്ട് UAE നിർത്തിയതാണ് ആ ലോഞ്ച്. അപ്പോൾ അവിടെ ഇറങ്ങി അറിയുന്ന കച്ചവടം അവിടെ വന്നതാണ്. അപ്പോൾ അറിയുന്ന കച്ചവടം ചായക്കച്ചവടമാണ്. അങ്ങനെ ഷാർജയിൽ 48 അറിയപ്പെടുന്നത് ആദ്യത്തെ റെസ്റ്റോറൻ്റ് ആയിട്ടാണ്. കാരണം UAE ഷാർജ ഗവൺമെൻറ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അത് വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ഇപ്പോൾ വീണ്ടും റിനോവേഷനൊക്കെ നടക്കുന്നുണ്ട്. വാപ്പ ഹംസ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആണല്ലേ? അപ്പൊ അത് കഴിഞ്ഞ് വാപ്പ 62 പോകുന്നത്. അന്ന് 13 വയസ്സ്. വല്യപ്പാന്റെ പാസ്പോർട്ടിൽ ഈ ശ്രീമതി എന്നൊക്കെ എഴുതുന്ന പോലെ അന്ന് കുട്ടികളെ കുമാരൻ എന്ന് വിളിച്ചിരുന്നു. കുമാർ അബ്ദുൽ ഖാദർ ഹംസ എന്ന് പറഞ്ഞിട്ട് വല്യപ്പാന്റെ പാസ്പോർട്ടിൽ എഴുതിയിട്ട് അന്ന് 62 ലീഗലി UAE പോയതാണ് ഷിപ്പിൽ. അപ്പൊ അദ്ദേഹം അന്ന് മുതൽ ഇപ്പൊ എന്റെ മക്കളടക്കം 4 തലമുറയായി. പിന്നെ അവരൊക്കെ വെട്ടിത്തളിച്ച് വന്ന പാതയിലൂടെ നമ്മളിങ്ങനെ സുഖാസുന്ദരമായിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ പറയാം. റിയാസ് ബൈ, ഇതിൻ്റെ അകത്തെ ഇപ്പം നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോയായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്നത്, ഇപ്പോൾ സൗദി ഭയങ്കരമായിട്ട് ഇപ്പം നമ്മൾ എവിടെ ദുബായ് ബിസിനസ് ഖത്തർ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ പോലും പലരും പറയും സൗദിയാണ് ഇനി അടുത്ത സ്ഥലം, അവിടെ ഒന്നെങ്കിലും പരിപാടി തുടങ്ങണം എന്നൊക്കെ പറയും. ഇപ്പം നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇതിലൊക്കെ ഒരു പഠനം നടത്തിയൊരു മനുഷ്യനാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ സൗദിയിലാണോ ദുബായിലാണോ ഒരാൾ ഇനി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അത് ഭയങ്കര കുഴക്കുന്ന ചോദ്യമാണ്. ഇവാദ്ക്കാക്ക് ഉമ്മാനാണോ ഉപ്പാനാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ചോദ്യം വരുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷെ അതിൽ ഞാൻ കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട്. സൗദി അറേബ്യ തീർച്ചയായിട്ടും ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ഇപ്പം പുതിയ ഭരണാധികാരികളുടെ വിഷൻ പ്രകാരം വളർന്ന് വരുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞങ്ങളുടെ അസോസിയേഷൻ ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ, മലയാളി ബിസിനസ്സുകാർ അസോസിയേഷൻ, ഞങ്ങളിപ്പോൾ അടുത്ത് സൗദിയിലെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഗ്രൂപ്പായിട്ടൊക്കെ പോവുകയുണ്ടായി. അപ്പോൾ സൗദി വളരെ രീതിയിൽ നല്ല വലിയ ബൂമായിട്ട് വരുന്നുണ്ട്. ഇനി പുതിയൊരു ഇൻവെസ്റ്റർ വന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് എവിടെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതേസമയം UAE ഇപ്പോൾ നിലവിലുള്ള GCCയിലുള്ള മറ്റ് രാജ്യങ്ങളിലെ ആളുകൾ സൗദിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് പോവുകയാണെങ്കിൽ ഞാൻ അവരെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ നല്ല രീതിയിൽ. കാരണം സൗദി ഗവൺമെന്റ് കൊടുക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ ഭയങ്കരമാണ് ഇപ്പോൾ. കാരണം ഞാനിപ്പോൾ കമ്പനിയുടെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എൻ്റെ സുഹൃത്തിൻ്റെ UAE വളരെ വലിയ നല്ല ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. ആ മേഖലയിൽ UAE നമ്പർ 1 ആണെന്ന് പറയാം. അവരെ ഇങ്ങോട്ടേക്ക് സൗദി ഗവൺമെന്റ് ക്ഷണിക്കുകയും 50 മില്യൺ റിയാൽ ഗ്രാൻഡ് ആയിട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഗവൺമെന്റ് തന്നെ അവരെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രത്യേകിച്ച് മാനുഫാക്ചറിംഗ് സെക്ടറിലുള്ളവരെ, അതുപോലെ പല പല മേഖലകളിലുള്ള പ്രൊഫൈൽ നോക്കിയിട്ട് സൗദി ഗവൺമെന്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ ഇൻവിറ്റേഷൻ നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് ആളുകൾ മാറിക്കരുത്. നമ്മളെ ആളുകൾ എന്തുകൊണ്ട് മാറിക്കണം? ഇന്ത്യയിൽ നിന്നുള്ള മാനുഫാക്ചറേഴ്സും എല്ലാവരും സൗദിയിലേക്ക് പോകണം എന്നാണ് ഞാൻ പറയാം. നിങ്ങൾ പോകണമെന്നാ പറയാ? തീർച്ചയായിട്ടും പോകണമെന്ന് പറയാം. പക്ഷേ ഒരു ചെറിയ രീതിയിലുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ന്യൂ ജനറേഷനിലുള്ളവരൊക്കെ വരുമ്പോൾ ഞാൻ എക്സിസ്റ്റിംഗ് ഫാക്ടറീസ്, എക്സിസ്റ്റിംഗ് വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള
ബിസിനസ്സുകാരോടാണ് ഈ പറയുന്നത്. അതേസമയം നിങ്ങൾ പുതിയൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദുബായ് ഒരു ബിസിനസ് മണ്ണാണ്. ദുബായ് ഓൾറെഡി ഡെവലപ്ഡ് ആണ്. ഇപ്പം സൗദി അറേബ്യ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു, പക്ഷേ UAE ഓൾറെഡി ഏതോ ഡെവലപ്ഡ് ആണ്. ഇപ്പം ഇവാദൊക്കെ ചോദിച്ച ചോദ്യം എന്തായിരുന്നു, സൗദി അറേബ്യയിൽ വേണോ ദുബായിൽ വേണോ? ആ ചോദ്യത്തിൽ തന്നെ രസകരമായ വൃത്തക്കേടുണ്ട്. സൗദി അറേബ്യ വലിയൊരു രാജ്യവും ദുബായ് ഒരു സിറ്റിയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിൽ ദുബായ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം ആ മണ്ണാണ്. അതിന്റെ പല കാരണങ്ങൾ. ഇപ്പം ഒരു വിഷൻ സൗദി അറേബ്യക്ക് ഉണ്ടെന്ന് പറഞ്ഞു. UAE വിഷനെ കുറിച്ച് നമ്മളിപ്പോൾ ജനുവരി 3 ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ജനുവരി 2 മീഡിയ വൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ വാർത്ത വന്ന് കാണാം. 2071 പ്ലാൻ ആക്കി കഴിഞ്ഞു UAE. അപ്പം സൗദി അറേബ്യ വളരുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. UAE വളർന്നു കഴിഞ്ഞ രാജ്യമാണ്. ഇനിയും ഉയരങ്ങളിലേക്കുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻ, അതായത് 100ാം വാർഷികം UAE ആഘോഷിക്കും അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ. ഭരണാധികാരികൾ ഇപ്പോൾ ആളുകൾ പോലും ഞാനുണ്ടാവോ എന്ന് പോലും അറിയാതെ അവർ വരുന്ന എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുക്കി വെച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്ന അത്രയും വിഷനാണ് ദുബായ്ക്കുള്ളത്. ആ വിഷൻ ഷെയ്ഖ് റാഷിദ് പോലുള്ള ദുബായിയുടെ പഴയ റൂളേഴ്സിന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹമാണ് ഡ്രൈഡോക്കും അതുപോലെ മക്തും ബ്രിഡ്ജ് അങ്ങനെയൊക്കെയുള്ള ബ്രിഡ്ജ് അങ്ങനെ ഡെവലപ്മെന്റ്സ് കൂടുന്ന ആളുകൾ. അവരുടെ തലമുറയിൽപ്പെട്ടവരാണ് ഇപ്പോൾ ഭരിക്കുന്ന ഈ സൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും, അദ്ദേഹത്തിന്റെ മകൻ ക്രൗൺ പ്രിൻസ് ഷെയ്ഖ് ഹംദാൻ. ഇവരൊക്കെ വിഷനാണ് ഭയങ്കര. അതിന് UAE റൂളേഴ്സ് അല്ല. അപ്പം ദുബായിന്റെ 2071 ഒരു വിഷൻ ഉണ്ടാക്കി കഴിഞ്ഞു. 2071 വരെ കഴിഞ്ഞ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ UAE $500 ബില്യൺ ബിസിനസ് നടന്നു കഴിഞ്ഞു 2023. 24 അതിനേക്കാൾ കൂടുതലാണ് റിയൽ എസ്റ്റേറ്റ് മേഖല പ്രതീക്ഷിക്കുന്നത്. വലിയൊരു ബൂമാണ് ഇപ്പോൾ ദുബായിലുള്ളത്. വലിയ ബൂമാണ്. അപ്പം സൗദി അറേബ്യ ബൂമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഭയങ്കര നിയോ സിറ്റി പോലുള്ള വലിയ വലിയ പ്രൊജക്ടുകൾ വരുന്നു, റിയൽ എസ്റ്റേറ്റ് മേഖല വളരുന്നു, എല്ലാം വരുന്നുണ്ട്. അതോടൊപ്പം ദുബായ് വളർന്നു കഴിഞ്ഞാൽ ദുബായ് ഒരു പടി കൂടി മുന്നോട്ട് വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ റിയാസ് ഭായിയുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിൽക്കുന്ന മലയാളി ഒരു ബിസിനസ്സുകാരൻ, അയാൾക്ക് ദുബായിൽ ബിസിനസ് ഇല്ലയെന്ന് വിചാരിക്കാം. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ വളരെ സ്പെസിഫിക് ആയിരുന്നു, ദുബായിൽ വേണോ സൗദിയിൽ വേണോ എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങൾ ആദ്യം ദുബായിൽ വന്നൊരു തുടങ്ങ്, എന്നിട്ട് സൗദിയിലേക്ക് പോകുന്ന. അതിനൊരു കാരണം കൂടിയുണ്ട്. സൗദി അറേബ്യയിൽ ആദ്യമായിട്ട് ഇപ്പോൾ ഒരു ഇൻവെസ്റ്ററായിട്ട് നിങ്ങൾ പോയിട്ട് തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ഒരു ബിസിനസ്സും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ 100% ഓണർഷിപ്പ് കിട്ടില്ല. ഇന്ത്യയിൽ നിന്നില്ല. ഇന്ത്യയിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ബിസിനസ് ഉള്ള ഒരാൾക്ക് അതിന്റെ ബ്രാഞ്ചായി തുടങ്ങാം. അവർക്ക് 100% ഓണർഷിപ്പ് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു എസ്റ്റാബ്ലിഷ്ഡ് ആയ ആളുകളെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു ബിസിനസ്സും ഇല്ലാത്ത ന്യൂ ജനറേഷനിലെ ഒരാൾ അവിടെ വന്ന് സൗദിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് 100% ഓണർഷിപ്പ് കിട്ടില്ല. അവിടെ സൗദിയുടെ മൈസ എന്ന് പറയും, മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ മൈസ ലൈസൻസ് എന്നാ പറയാം. പണ്ട് സാജിയ എന്ന് പറഞ്ഞിരുന്നു, സൗദി അറേബ്യ ജനറൽ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി എന്നുള്ള ഷോർട്ട് ഫോമാണ്. അപ്പോൾ അതുപോലെ മൈസ ലൈസൻസ് എന്ന് പറയും. അതിപ്പോൾ അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് തന്നെ നമ്മൾ മറ്റൊരു രാജ്യത്ത് ബിസിനസ് ചെയ്തിട്ട് 1 വർഷം പഴക്കമുള്ള ലൈസൻസിന്റെ ബ്രാഞ്ചായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക. അത് ട്രേഡിംഗ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ചുകൂടി 30 മില്യൺ ഷോ ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. സർവീസ് സെക്ടറിലും ഇൻഡസ്ട്രിയൽ സെക്ടറിലൊക്കെ കുറച്ചുകൂടിയും ആനുകൂല്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ ആളുകളെ വെൽക്കം ചെയ്യുകയാണ് സൗദി അറേബ്യ. ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയ ആളുകൾ. പക്ഷേ ദുബായ് അങ്ങനെയല്ല. നിങ്ങളൊരു പുതിയൊരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ പോലും അങ്ങോട്ട് വരുമെന്നാണ്. ദുബായ് ബിസിനസിന്റെ മണ്ണാണ്, വളരെ നിങ്ങൾ എന്നുള്ള ആകർഷിക്കുന്ന മണ്ണാണ്. അതുപോലെ വരും സൗദി അറേബ്യയുടെ ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ. ചിലപ്പോൾ അവരുടെ വിഷൻ പ്രകാരം ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ബിസിനസ്സുകാർ വളരട്ടെ, ജോലികൾ സാധ്യതകൾ കൂട്ടട്ടെ എന്നുള്ള പോളിസിയാണ്. ഓരോ സ്ട്രാറ്റജീസ് ആണല്ലോ സൗദി അറേബ്യ. ഇപ്പം ഇന്നത്തെ സ്ട്രാറ്റജി ആയിരിക്കില്ല നാളത്തെ ദുബായിയുടെ സ്ട്രാറ്റജി. സൗദി അറേബ്യ സ്ട്രാറ്റജി മാറിക്കൊണ്ടിരിക്കാം. അതെ. എൻ്റെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എസ് ഓർ നോ നിങ്ങൾ പറഞ്ഞോട്ടോ. അതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുക. അതായത് ഉദാഹരണം, ഇവിടെ ഒരു 2000 കോടി ബിസിനസ് ചെയ്യുന്നത്, അല്ല ഇന്ത്യയിൽ മാത്രമാണ് ബിസിനസ് ചെയ്യുന്നത്. അയാളുടെ ഒരു കമ്പനി അയാൾ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടത്, അയാൾക്ക് ഒരു GCC കൺട്രിയിലും അയാൾക്ക് ഒരു പ്രസൻസും ഇല്ല. പക്ഷെ അയാളുടെ പ്രൊഡക്റ്റുകളോട് ഉപയോഗിക്കപ്പെടുന്നുണ്ടാകാം. അയാൾ രജിസ്റ്റർ ചെയ്യേണ്ടത് സൗദിയിലാണോ ആദ്യം ദുബായിലാണോ? എസ് ഓർ നോ? അതിൽ രണ്ടിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. രണ്ട് രാജ്യത്തും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഡിപ്പെൻഡ് ഓൺ അവരുടെ ബിസിനസ്സിൻ്റെ നാച്ചർ അനുസരിച്ചിരിക്കും. ചിലരുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മുടെ കറി പൗഡർ തന്നെ എടുക്കാം. ഇവിടെ പല ബ്രാൻഡുകളുണ്ട്. അവരവിടെ വന്നിട്ട് സൗദി അറേബ്യ പോയിട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിനേക്കാളും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ദുബായിൽ രജിസ്റ്റർ ചെയ്യും. കാരണം മിഡിൽ ഈസ്റ്റിൽ എല്ലായിടത്തും സപ്ലൈ ചെയ്യാനും അവർക്ക് ഇൻവോയ്സ് ചെയ്യാനും അവർക്ക് പിന്നെ സ്വിച്ച് ബിയിൽ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഉപകാരം ഉണ്ടാവും. അതേസമയം കാരണം UAE ലോക്കൽ മാർക്കറ്റിലും അവർക്ക് പിന്നെ നല്ല ബേസ്, കാരണം ചെറിയൊരു രാജ്യമാണ് പിന്നെ UAE. അതിനകത്ത് എല്ലായിടത്തും ഇത്രയും മലയാളികൾ ജീവിക്കുകയും അവരുടെ ആ പ്രൊഡക്റ്റ് വിൽക്കാനൊക്കെ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് സൗദി അറേബ്യയിൽ പക്ഷേ വലിയ രാജ്യമാണ്. സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ്റെ 1/3 ഭാഗം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്, ഞാൻ ശരിയാണെങ്കിൽ. അത്രയും വലിയ രാജ്യമാണ്. അപ്പോൾ ദമാം, റിയാദ് അങ്ങോട്ടൊക്കെ ഓടിയെത്തുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഒരു വാനിട്ടുകൊണ്ട് 2 മണിക്കൂറിനുള്ളിൽ UAE-നുള്ളിൽ ഇറങ്ങി തീർക്കാം. ദുബായ് ഒരു സിറ്റിയാണ്.
ദുബായ് ഒരു UAE എന്ന് പറയുന്ന മൊത്തത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അബുദാബിയിൽ ഷാർജയിലൊക്കെ ട്രേഡ് ചെയ്യാനും ഒക്കെ ഇവർക്ക് ഒരു ലൈസൻസ് മതി. ഒരു ഫെഡറൽ സിസ്റ്റത്തിന് അണ്ടറിലായതുകൊണ്ട് ഒരു ലൈസൻസ് എടുത്തുകൊണ്ട് ഇന്ത്യയിലും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ കേരളത്തിൽ ലൈസൻസ് എടുത്താലും നമുക്ക് ബോംബെയിൽ കച്ചവടം ചെയ്യാം. അങ്ങനെ ഒരു ഓൾ ഇന്ത്യ ലെവലിലാണ് നമ്മൾ GST എല്ലാം വരുന്നത്. അപ്പോൾ ആ രീതി തന്നെയാണ് ഫെഡറൽ സംവിധാനത്തിൽ എല്ലായിടത്തും ബിസിനസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് റിയാസ് ഭായ് റെക്കമെൻഡ് ചെയ്യണത് നിങ്ങൾ എന്തായാലും UAE സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കും. 25 വർഷമായിട്ട് ദുബായിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് അല്ല നിങ്ങൾ ന്യൂട്രലായിട്ട് വർത്താനം പറയുമ്പോഴേ അപ്പോൾ ഞാനതിനൊരു സ്പെസിഫിക് ഒരു ആൻസർ നമ്മുടെ ആളുകൾ കൊടുക്കുള്ളൂ. എന്തായാലും സന്തോഷം, നിങ്ങളുടെ ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെ. ഇത്രേ ഉള്ളൂ. ഇത് കേൾക്കുന്ന ആളുകൾക്ക് എവിടെ ചെയ്യണമെന്നുള്ള സംശയം ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എവിടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവിധ ആശംസകളും, മുന്നോട്ട് പോട്ടെ. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും. സൗദിയും ദുബായും എല്ലാം വളരട്ടെ. കൂടെ നമ്മളും വളരട്ടെ. വീണ്ടും കാണാം. ബൈ.